തുടരുകയാണ്. ഒരു സഹന സമരം എന്നതിനപ്പുറം ഒരു ഹുഡിയും തൊപ്പിയും ധരിച്ച് പോലീസ് വാഹനം കൈകൊണ്ട് തടഞ്ഞു നിർത്തിയ ആ പെൺകുട്ടി, അവൾ ഈ സമരത്തിന്റെ ചിത്രമാണ്. ജലപീരങ്കി പ്രയോഗിക്കുമ്പോൾ നെഞ്ചും വിരിച്ചു നിന്ന് പോലീസ് നടപടിയെ നേരിട്ട വിദ്യാർത്ഥി ഈ സമരത്തിന്റെ ചിത്രമാണ്. നൃത്തം ചെയ്യുന്ന തോക്കിനും ലാത്തിക്കും മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്നവർ ഒക്കെ തന്നെയും ഈ സമരത്തിന്റെ ചിത്രമാണ്. ഇതാ പോലീസ് ഇട്ട് ഓടിക്കുമ്പോൾ, തല്ലി ഓടിക്കുമ്പോൾ ലാത്തിയടിയേറ്റ് പിടഞ്ഞു വീണ ആ വിദ്യാർത്ഥി ഈ സമരത്തിന്റെ പ്രതീകമാണ്. ഇങ്ങനെ വളഞ്ഞിട്ട് തല്ലിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പരമാവധി ഉപദ്രവിച്ചിട്ടുണ്ട്. വലിഞ്ഞുകൊണ്ട് പരിക്കേറ്റ കാലുമായി, തലയിൽ കെട്ടുമായി, കണ്ണീരണിഞ്ഞുകൊണ്ട് അവർ ആ സമരത്തെ പിന്തുണച്ചുകൊണ്ട് വീണ്ടും ജന്തർ മന്ദറിലേക്ക് എത്തുന്നതാണ് നമ്മൾ കണ്ടത്. ഇന്ന് രാവിലെയും ഇന്നലെയും ഒക്കെ തന്നെ രാഹുൽ ഗാന്ധി പരിക്കേറ്റ വിദ്യാർത്ഥികൾക്കൊപ്പം വാർത്താ സമ്മേളനം നടത്തുന്നത് നമ്മൾ കണ്ടു. ശരീരം മുഴുവൻ മുറിവേറ്റ് നിൽക്കുന്ന ഒരു സമര പ്രതിനിധിയെ നമ്മൾ കണ്ടു. അവരുടെയൊക്കെ തന്നെയും സഹനത്തിന്റെ വിജയം കൂടിയാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി എന്ന് തന്നെ നമ്മൾ പറയണം. CJPയുടെ വെറും 3 മാസമായി മാത്രം ജനങ്ങളുടെ ഹൃദയത്തിലെത്തിയ CJP എന്ന പാർട്ടിയെ, അവരുടെ സമരത്തെ പ്രതിപക്ഷ കക്ഷികൾക്ക് ഏറ്റെടുക്കേണ്ടി വരികയും കൂടി ചെയ്തതാണ്. ഏതായാലും വിദ്യാർത്ഥികളെ, അവരുടെ അവകാശ പോരാട്ടങ്ങളെ ഇത്തരത്തിൽ തോക്കുകൊണ്ടോ ലാത്തികൊണ്ടോ നേരിടാനാവില്ല എന്ന് ഭരണകൂടം ഒരിക്കൽ കൂടി തിരിച്ചറിയുകയാണ്. ഭരണകൂടം വരുത്തിവെച്ച ഭയം, അതിനെ മറികടക്കാൻ ഈ വിദ്യാർത്ഥികൾ പഠിച്ചിരിക്കുന്നു, രാജ്യം പഠിച്ചിരിക്കുന്നെന്നാണ് ഇന്നിപ്പോൾ ജ്യോതിക ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കുറിച്ചതും അത് തന്നെയാണ്. ഞങ്ങളുടെ ഭയം നിങ്ങൾ തുടച്ചു നീക്കിയിരിക്കുന്നു എന്നാണ് അവർ പറഞ്ഞത്. ജന്തർ മന്ദറിൽ ഇതാ ആഘോഷ സന്ധ്യയാണ്. രാജ്യമെങ്ങും ആ രീതിയിലുള്ള ആഘോഷമാഹ്ലാദ നൃത്തമാണ് നമ്മൾ കണ്ടത്. മനുഷ്യരുടെ നിത്യജീവിതത്തിലെ അനുഭവങ്ങൾ, ഭാവി തലമുറയ്ക്ക് വേണ്ടിയുള്ള കരുതൽ, ഇതൊക്കെ തന്നെയാണ് ഈ സമരത്തിൽ നമ്മൾ കണ്ടത്. എത്ര ജനദ്രോഹമായാലും, എത്ര മനുഷ്യത്വ വിരുദ്ധമായാലും ഇനിയുള്ള കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ഭരണകൂടത്തെ ഓർമ്മിപ്പിക്കുക കൂടിയാണ് ആ തെരുവിലിറങ്ങിയ ജനങ്ങൾ ഓരോരുത്തരും, ഒപ്പം രാജ്യമെമ്പാടും പോരാടിയ മനുഷ്യരോരോരുത്തരും എന്നതാണ്.